വളരെ അഭൂതപൂർവമായ മാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ കുട്ടികൾ അക്ഷരങ്ങൾ തിരിച്ചറിയുകയും ചിഹ്നങ്ങൾ ചേർക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് 15ാമത്തെ ദിവസത്തിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. വിദ്യാജ്യോതിയിലെ സി ഗ്രൂപ്പിലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഫർസാന. എന്തൊക്കെ മാറ്റം ഉണ്ടായത് ഈ ക്ലാസ്സിൽ വന്ന ശേഷമുള്ളത്? ഈ ക്ലാസ്സിൽ വരാത്തതിന് മുമ്പ് എനിക്ക് അക്ഷരങ്ങളും എഴുതാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം എഴുതാനും വായിക്കാനൊക്കെ മനസ്സിലായി. വിദ്യാജ്യോതിയിലെ പിയർ ഗ്രൂപ്പിൻ്റെ ലീഡറായ നിസാം നാസറാണ് നമ്മോട് കൂടി ഉള്ളത്. നിസാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഈ വിദ്യാജ്യോതി? ഞങ്ങളുടെ ക്ലാസ്സിലെ സർ എടുത്ത ഭാഗങ്ങൾ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലും വൈകുന്നേരമാണ് ക്ലാസ് എടുക്കുന്നത്. പിയർ ഗ്രൂപ്പിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? പിയർ ഗ്രൂപ്പിൽ 12 കുട്ടികൾ. അപ്പം സി ഗ്രൂപ്പിലുള്ളതോ? 100ഓളം കുട്ടികൾ. അപ്പോൾ ഗ്രൂപ്പ് തിരിച്ചിട്ടാണോ ക്ലാസ് എടുക്കുന്നത്? 12 പേരെയും ലീഡേഴ്സാക്കി വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നു. വിദ്യാജ്യോതിയിലെ സി ഗ്രൂപ്പിലെ വിദ്യാർത്ഥിയായ ഷിഹാബിൻ്റെ അച്ഛനാണ് നമ്മോടൊപ്പം ഉള്ളത്. മോൻ എന്തൊക്കെ തരത്തിലുള്ള മാറ്റമാണ് ഈ പദ്ധതി വന്ന ശേഷം ഉണ്ടായിട്ടുള്ളത്? വിദ്യാജ്യോതി എനിക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ വളരെയധികം മോശമായിരുന്നു. പഠിക്കാനും എഴുതാനും വായിക്കാനും ഒന്നിനും മടിയനുമായിരുന്നു. ഒരു വർഷത്തോളമായി ഈ ക്ലാസ്സിൽ വിദ്യാജ്യോതി ക്ലാസ്സിൽ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട്. വളരെ നല്ല നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. എഴുതാനും വായിക്കാനും നന്നായി ഇപ്പം അറിയുന്നുണ്ട്. പഴുപഴുത്ത മാമ്പഴം, മുഴുമുഴുത്ത മാമ്പഴം, കൊതിയൂറും മാമ്പഴം, രുചിയൂറും മാമ്പഴം, കൊതിയൂറും മാമ്പഴം, രുചിയൂറും മാമ്പഴം, എത്തിപ്പിടിക്കാൻ നോക്കി. വിദ്യാജ്യോതിയിലൂടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഉന്നതിയിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പഞ്ചായത്തുകാർ. ഇതിന് പൂർണ്ണ പിന്തുണയുമായി ഇവിടുത്തെ ജനങ്ങളും. മാമ്പഴം കിട്ടിയില്ല, മാമ്പഴമേ മാമ്പഴമേ. വിദ്യാജ്യോതിയെക്കുറിച്ച് നമ്മുടെ ജഡ്ജസിന് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. RVG മാഷേ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് പഞ്ചായത്ത് കൈവച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. പലപ്പോഴും അവരുടെ കാര്യം ശ്രദ്ധിക്കപ്പെടുന്നില്ല. ആദ്യം ഒരു ബേസ് ലൈൻ സ്റ്റഡി നടത്തി എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്ന് പറയാനാവുള്ളൂ. ഇത് ഈ വർഷം തുടങ്ങിയ പ്രോജക്റ്റാണ് അല്ലേ? അതിൻ്റെ ഒരു വിലയിരുത്തലിനുള്ള ഘട്ടമായിട്ടുണ്ടോ? ഞങ്ങൾ ഇതൊരു തുടർ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ പിന്നാക്കം നിൽക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തി. ആദ്യം ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി. ഇപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ പരീക്ഷകളൊന്നും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഈ പിന്നാക്കാവസ്ഥ കണ്ടുപിടിക്കാൻ ഒരു മാർഗമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദഗ്ധരായ ആളുകളെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളെയും അധ്യാപക പ്രതിനിധികളെയും കൂട്ടിയിരുത്തി ചർച്ച നടത്തി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി ടെസ്റ്റ് നടത്തി. അത് 5100 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ടെസ്റ്റ് നടത്തി. അതിൽ നിന്ന് ശരാശരിക്ക് താഴെയുള്ള ആളുകളെയും ശരാശരിക്കാരെയും ശരാശരിക്ക് മുകളിലുള്ള ആളുകളെയും ABC ഗ്രൂപ്പുകളായി തിരിച്ച് അതിൽ C ഗ്രൂപ്പിലുള്ള ആളുകളെ ശരാശരിക്ക് താഴെയുള്ള കുട്ടികളെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ആ കുട്ടികൾ പഠനത്തിൽ എങ്ങനെ പിന്നോക്കം പോയി എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണവർ. പക്ഷേ നമ്മുടെ സാധാരണ സമ്പ്രദായം ആ ലൈൻ അനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതി നമുക്കറിയാം, എല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിലാണ് നമ്മുടെ മൊഡ്യൂൾ. പക്ഷേ ഇവരുടെ കഴിവുകളെ മാത്രം അവർക്ക് ഉള്ള ആ കഴിവുകളിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു കരിക്കുലം ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. അതിന് വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ അതിനൊരു മൊഡ്യൂൾ തയ്യാറാക്കി. 30 ദിവസത്തെ കോച്ചിങ്, ഒരു ദിവസം 4 മണിക്കൂർ വെച്ചിട്ട് അവധി ദിനങ്ങളിൽ 30 ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു ക്ലാസ് സംഘടിപ്പിക്കാനാണ് തീരുമാനമെടുത്തത്. 15 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ മൂല്യനിർണ്ണയം നടത്തി. ഇതിന് ഒരു മോണിറ്ററിംഗ് സമിതിയുണ്ട്. അക്കാദമിക രംഗത്തെ വിദഗ്ധരായ ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സമിതിയുമുണ്ട്.
ഈ രണ്ട് സമിതിയുടെയും മോണിറ്ററിംഗ് ഇടയ്ക്കിടെ നടക്കാറുണ്ട്. അതിനു പുറമെ ഒരു മൂല്യനിർണ്ണയ സമിതി, ഈ രണ്ട് സമിതിയിലെയും വിദഗ്ധരെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂല്യനിർണ്ണയ സമിതി രൂപീകരിച്ച് 15ാമത്തെ ദിവസം ഞങ്ങൾ മൂല്യനിർണ്ണയം നടത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ കാണാൻ കഴിഞ്ഞു. പിന്നെ അവസാന ഘട്ടത്തിലായപ്പോൾ ഈ 30 ദിവസം പൂർത്തിയാകുന്ന മുറക്ക് ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അവരിൽ ദൃശ്യമായി. ഇതിന് തൊട്ട് മുമ്പ് പല സ്കൂളുകളിലും അവരെ കൂടിയിരുത്തി ചർച്ച ചെയ്തപ്പോൾ അവർക്ക് അക്ഷരങ്ങൾ കൂട്ടി എഴുതാനോ അല്ലെങ്കിൽ കൂട്ടി വായിക്കാനോ അറിയാത്ത കുട്ടികൾ പ്രബന്ധങ്ങൾ രചിക്കാനും കഥകൾ എഴുതാനും തുടങ്ങി എന്നുള്ള ഒരു മാറ്റം, അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിൻ്റെ, ഞങ്ങൾ സ്വപ്നം കണ്ട ഈ പദ്ധതിയുടെ അപ്പുറത്തേക്കുള്ള വളരെ പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു. ഇത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഇതുപോലെ ഇപ്പം 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ എത്തിയിട്ടും അക്ഷരം അറിയുന്നില്ല എന്നുള്ള കുട്ടിയെ നമ്മൾ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ 1, 2, 3 ക്ലാസ്സിൽ നടക്കുന്ന പഠിത്തത്തിൻ്റെ ഒരു പോരായികയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ എന്ത് തിരുത്താണ് നിങ്ങൾ വരുത്തുന്നത്? ഇതിലെ പ്രശ്നം അധ്യാപകരുടെ സമീപനങ്ങളിലും പഠന മാർഗത്തിലുമൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പഞ്ചായത്ത് മനസ്സിലാക്കുകയും അധ്യാപകർക്ക് പ്രത്യേകമായ ഒരു കോച്ചിങ് നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ള അധ്യാപകരെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്കൊരു പരിശീലനം കൊടുക്കുകയും ഈ ഇത്തരത്തിൽ അക്ഷരങ്ങൾ മനസ്സിലാകാതെ മുന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതിയുടെ തുടർച്ചയായി ഈ പദ്ധതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 1ലും 2ലും വീണ്ടും അവർ ഈ കുട്ടികളെ പഠിപ്പിക്കണം എന്ന രീതിയിൽ അവർക്ക് ഈ മൊഡ്യൂൾ പകർന്നു കൊടുക്കുക. അതാണ് വേണ്ടത്. നമ്മൾ ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് വലിയ കാര്യമില്ല, പിന്നെ നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ആ മൂട്ടിൽ തന്നെ റെഗുലർ പഠനം നടക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ സമ്പ്രദായം നന്നാവുകയുള്ളൂ. സൈക്കോളജിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് പഞ്ചായത്ത് മനസ്സിലാക്കിയത്? ഏതെങ്കിലും സ്റ്റഡിയുടെ ബേസിസിലാണോ? അതെ, ഈ കുട്ടികളെ അധ്യാപകർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ആ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതനുസരിച്ച് അവരെ സമീപിക്കുക. രണ്ടാമത്തെ കാര്യം, അവർ അധ്യാപകനെ നല്ല ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് കുട്ടികൾ കാണണം. ആ ഒരു സമീപനം കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അധ്യാപകർക്ക് പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കണം എന്ന് ഞങ്ങൾ കണ്ടെത്തി. നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറഞ്ഞത് അവിടെ നിന്നും ഒരുപാട് പേര് പുറത്തേക്ക് പോയിട്ടുണ്ട്, ആർമിയിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ. അപ്പോൾ ഈ അമ്മമാർ വീട്ടിലുള്ളവർ വിദ്യാഭ്യാസം ഏതു നിലവാരം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാമോ? കണക്കുകൾ വല്ലതും ഉണ്ടോ? ഞങ്ങൾ ഈ പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പദ്ധതി പേര് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ പദ്ധതിയാണെന്ന് തോന്നുന്നു. അത് കൂടുതൽ പേരെ അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് പ്രധാനമായും ബേസ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഗൃഹനാഥകളായ വീടുകളിൽ താമസക്കാർക്ക് അവർക്ക് ഉള്ള സുരക്ഷിതത്വം, അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പഠിക്കാനും അവർക്ക് വേണ്ട ക്ലാസുകൾ കൊടുക്കാനും, അതുപോലെ തന്നെ അതിൽ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗാർഹിക പീഡനമില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് ഈ പഞ്ചായത്തിനെ മാറ്റിയെടുക്കുക എന്ന സമഗ്രമായൊരു ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ. എല്ലാ വീടുകളിൽ നിന്നും ഒരാൾ പുറത്തെന്നാ പറഞ്ഞ്, അന്നേരം അത് ഇക്കണോമിക്കലി പഞ്ചായത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ സോഷ്യലി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണോ വിദ്യാഭ്യാസത്തിലും കുട്ടികൾ ഇങ്ങനെ പുറകോട്ട് പോകുന്നത്? അത് അവിടെ അമ്മമാര് അവർക്ക് പഠിപ്പിക്കാൻ പറ്റാത്തോണ്ടോന്നോ വിടാത്തോണ്ടാന്നോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ട് സർ. ഞങ്ങൾ പഞ്ചായത്തിൽ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് പുറമെ എവിടെ ചെന്നാലും ഗൾഫുകാരുടെ നാട്ടിൽ നിന്ന് വരുന്ന പ്രസിഡന്റ് എന്നെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള മറ്റു ജനപ്രതിനിധികളോ മറ്റാളുകളോ ചെല്ലുമ്പോൾ വേങ്ങര അതൊരു ഗൾഫ് സാമ്രാജ്യമാണ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഞങ്ങൾ കണ്ടെത്തിയത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ പോകുന്ന ആളുകളുടെ ജീവിത നിലവാരവും ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ നിലവാരവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ 10 ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം ഞങ്ങളുടെ പഞ്ചായത്തിൽ 100 പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗൾഫിൽ പോയിട്ട് ഏറ്റവും മോശപ്പെട്ട അവിദഗ്ധ തൊഴിലെടുക്കാൻ നിർബന്ധിത